Hello my dear friends, welcome to Cypro. Cypro proves once again that it is the best platform for getting placed. ഇന്ന് നമുക്ക് റാങ്കുകളുടെ വിസ്മയത്തിളക്കമാണ് അല്ലേ? സൈപ്രോ തിളങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണിന്ന്. കേരള PSC മൈക്രോബയോളജിസ്റ്റ് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള റിസൾട്ട് വന്നേക്കുകയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫിഫ്ത്ത്, 7th, 13th അങ്ങനെ പോകുന്നു നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റാങ്ക്. അപ്പോൾ സൈപ്രോയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മൾ ലൈഫ് സയൻസ് ബേസ്ഡ് എക്സാമിനേഷൻസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈഫ് സയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുമല്ലോ, എപ്പോഴും നമ്മൾ ഇപ്പോൾ മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി അങ്ങനെ പഠിച്ച സ്റ്റുഡൻസിനൊക്കെ എപ്പോഴും എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്? ഓപ്പർച്യൂണിറ്റി കുറവാണ് അല്ലേ? അങ്ങനെ വിചാരിക്കാതെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി, ഒരു പോസ്റ്റ് ആണെങ്കിൽ ഒരു പോസ്റ്റ്, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ച് നേടിയെടുക്കണം. ആ ഒരു രീതിയിൽ നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിപ്പിച്ചെടുക്കാനായിട്ട് സൈപ്രോ ഉണ്ട്. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്കൊരു മനസ്സ് മതി, പഠിക്കാനുള്ള മനസ്സും അതുപോലെ തന്നെ സമയം വേണം. എക്സ്ക്യൂസസ് പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് കൊച്ചിനെ നോക്കാനുണ്ട്, അച്ഛനെ അമ്മേനെ നോക്കാനുണ്ട്, എനിക്ക് ജോലിക്ക് പോകാനുണ്ട്, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ നേരമില്ല, അങ്ങനെയൊന്നും എക്സ്ക്യൂസസ് ഇല്ലാത്ത ആളുകളൊന്നുമില്ല. എല്ലാവർക്കും എക്സ്ക്യൂസസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ടൈം, നിങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണ്. നിങ്ങൾക്കല്ലേ അറിയാവുന്നത് നിങ്ങളുടെ സാഹചര്യം. അപ്പോൾ അത്രയും ഒരു അത്യാവശ്യമുണ്ട്, എനിക്കിത് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ സൈപ്രോ ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒരു സബ്ജക്റ്റ് ഇപ്പോൾ നമുക്ക് ഇനി വരാനുള്ളത്, നമുക്ക് എന്താണ് ഇനി അടുത്ത റിസൾട്ട് എന്തിൻ്റെ? JSOയുടെയും അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് അസിസ്റ്റൻറ്റ് ആയുർവേദ മൈക്രോബയോളജിയുടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ അടുത്ത എക്സാമിനേഷൻ ഇത് രണ്ടുമാണ് അടുത്തത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ റിസൾട്ടിൽ കാണാം അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പഠിക്കാനൊരു നമുക്കൊരു മനസ്സ് വേണം അല്ലേ? നമുക്കൊരു ആഗ്രഹം വേണം, ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം വേണം. അതുപോലെ തന്നെ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സൈപ്രോയിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. നന്നായിട്ട് പഠിക്കാം. ഇതാണ് നമ്മുടെ പുലിക്കുട്ടികൾ. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫിഫ്ത്ത് റാങ്ക്, 7th റാങ്ക്, 13th റാങ്ക് അങ്ങനെ പോകുന്നു അല്ലേ? ഫസ്റ്റ് നമ്മുടെ ഷാജൽ, സെക്കൻഡ് ജുസൈല, തേർഡ് റാങ്ക് നിതിൻ, ഫിഫ്ത്ത് റാങ്ക് രമ്യ, 7th റാങ്ക് സാന്ദ്ര, 13th റാങ്ക് ശ്രീപ്രിയ. ഓക്കെ, ആദ്യത്തെ 15 പേരെ മാത്രമാണ് നമ്മൾ കാണിച്ചേക്കുന്നത് കേട്ടോ. ബാക്കി ഇനി അങ്ങ് പോകുന്നുണ്ട്, നമുക്കതൊക്കെ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെടാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് റാങ്ക് കിട്ടിയത്? ഇവർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാർഡ് വർക്ക്. നമ്മളെപ്പോഴും സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയും. നമ്മളെപ്പോഴും ഹാർഡ് വർക്ക് അല്ലേ? ഹാർഡ് വർക്ക് മാറ്റി വെച്ച് സ്മാർട്ട് വർക്ക് ആക്കാമെന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ നമുക്ക് രണ്ടും വേണം. ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ആകാനായിട്ട് അല്ലേ? ടോപ്പ് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം ഇപ്പോൾ സൈപ്രോ പറയുന്നത് പോലെ, സൈപ്രോയുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ലെക്ചർ ക്ലാസ്സസ് പോലെ തന്നെയാണ് അല്ലേ? എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ, ഓരോ പോയിൻറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ എഴുതിയെടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് അല്ലേ? കോപ്പി പേസ്റ്റ് ക്ലാസ്സസ് അല്ല. അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുതിയ സ്റ്റുഡൻസിന് ചിലപ്പോൾ അറിയുണ്ടാവില്ല. ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ ടെസ്റ്റ് സീരീസ്, ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അന്ന് തന്നെ നമ്മൾ ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ചെയ്ത് പോകണം. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് സീരീസ് ചെയ്തിട്ട് കാര്യമില്ല. എന്ത് പഠിക്കുന്നോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടെസ്റ്റ് സീരീസും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ കുറച്ചധികം സംശയങ്ങൾ വരുള്ളൂ ആ പഠിച്ച ഏരിയ. അല്ലെങ്കിൽ എന്താണ്, ഓക്കെ നമ്മൾ ഈ ഒരു ഏരിയ പഠിച്ചു, നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും. എക്സാമിനേഷൻ വരുമ്പോൾ എല്ലാം ഓർമ്മയുണ്ടാവും, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓക്കെ ഉണ്ട്. നമുക്കെപ്പോഴും നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചില സ്റ്റുഡൻസ് അല്ലേ പഠിക്കുമെങ്കിലും പുറകോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുക, പറയുന്ന കാര്യങ്ങൾ ക്ലാസ് കറക്റ്റായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും അത് എല്ലാ ദിവസവും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ നമുക്ക് ഏത് എക്സാമിലും ഫസ്റ്റ് മേടിക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് ആകാൻ പറ്റും.
പിന്നെ നമുക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. അത് നിങ്ങൾക്കൊരു എങ്ങനെ വന്നാലും എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ, ഇത്രയും നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഇൻ്റർവ്യൂ വലിയ പ്രശ്നമില്ല. അത് നമുക്കൊരു 10 അല്ലേ 12, 13 ആ ഒരു റേഞ്ചായിരിക്കും എല്ലാവർക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു റിട്ടൺ എക്സാമിനേഷനിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇൻ്റർവ്യൂവിനും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് റാങ്ക് കിട്ടിയ ആളുകളാണ് ഈ കുട്ടികൾ, നമ്മുടെ സ്വന്തം സൈപ്രോ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മോട്ടിവേറ്റഡ് ആകുക അല്ലേ. അല്ലെങ്കിൽ അവർ പഠിച്ചു നമുക്ക് കിട്ടുമോ, നമുക്ക് പഠിക്കാൻ പറ്റുമോ, നമ്മൾ പഠിച്ചാൽ കിട്ടുമോ, അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ജോബ് വേണമെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. പഠിക്കണം, റിവിഷൻ ചെയ്യണം, റീകോൾ ചെയ്യണം, നമ്മുടെ എക്സാംസ് എല്ലാം മാക്സിമം ചെയ്ത് നോക്കണം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ലിസ്റ്റിൽ ടോപ്പാകാൻ പറ്റും. ഫസ്റ്റ് റാങ്ക് ഷാർജലസ്, സെക്കൻഡ് റാങ്ക് ജുസൈല, കൺഗ്രാജുലേഷൻ ജുസൈല. തേർഡ് റാങ്ക് നിതിൻ ജോയ്, കൺഗ്രാജുലേഷൻസ്. ഫിഫ്ത്ത് റാങ്ക് രമ്യ KV, കൺഗ്രാജുലേഷൻസ് രമ്യ. 7th റാങ്ക് സാന്ദ്ര P, കൺഗ്രാജുലേഷൻസ് സാന്ദ്ര. 13th റാങ്ക് ശ്രീപ്രിയനാഥൻ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും റാങ്ക് കിട്ടിയ എല്ലാവർക്കും തന്നെ സൈപ്രോയുടെ അനുമോദനങ്ങൾ. താങ്ക് യു.